അന്നൂരിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് തുടക്കമായി. ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. അന്നൂർ അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ 25 മുതൽ ഡിസംബർ 2 വരെ നടക്കുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് അന്നൂരിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ താരം KU മനോജ് നിർവഹിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഖസാക്കിന്റെ ഇതിഹാസം എന്നൊരു നാടകം കളിക്കുമ്പോൾ അതിൽ ഞാൻ 3 വേഷം ചെയ്യുന്നുണ്ട്. കുട്ടാടൻ പൂശാരിയായിട്ടാണ് ഞാൻ മെയിനായിട്ട് അഭിനയിക്കുന്നൊരു വേഷം. അപ്പം നോവലിൽ കുട്ടാടൻ പൂശാരി പറഞ്ഞാൽ വെളിച്ചപ്പാട് ആണ് നോവലിലുള്ളതെങ്കിലും നാടക രൂപത്തിൽ വരുമ്പോൾ അത് അഭിനയിക്കുന്നത് ഓരോരോ ആക്ടർക്ക് വേണ്ടിയിട്ടാണല്ലോ ഓരോരോ ഇതുണ്ടാക്കുക. അപ്പം അഭിനയിക്കുമ്പോൾ ഒരു സീനിൽ ഞാൻ മൊത്തം ഈ അമ്പലത്തിലെ നൃത്തമാണ് ഞാൻ ഒരു സീനിൽ കംപ്ലീറ്റ് ചെയ്യുക. ഒരു സീനിൽ തെയ്യത്തിൻ്റെ കലാരൂപം മിക്സ് ചെയ്തിട്ടും ഒരു സീനിൽ വെളിച്ചപ്പാടിൻ്റെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ആ വേഷം ഞാൻ അഭിനയിച്ച് വന്നത്. ഇന്നും ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഈ പല സീക്വൻസിൽ, ഇപ്പം ഉദാഹരണം പറഞ്ഞ തിങ്കളാഴ്ച നിശ്ചയം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ലാസ്റ്റിൽ ഒരു അടിച്ചു പൊളിക്കുന്ന ഒരു സീനുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ വൈരജാതൻ എങ്ങനെയാണോ പുറപ്പെട്ടിട്ട് ഉണ്ടാവുക, അതാണ് എൻ്റെ മനസ്സിൽ ഉണ്ടായി വന്നത്. K. ഹരിഹർകുമാർ അധ്യക്ഷത വഹിച്ചു. M. രഞ്ജിത്ത്, PTV രാഘവൻ, പാറന്തട്ട രമേശൻ, VK സജിനേഷ്, AK വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സെമി ക്ലാസിക്കൽ ഡാൻസ്, തിരുവാതിരക്കളി, ഫ്യൂഷൻ ഡാൻസ്, കൈകുട്ടിക്കളി തുടങ്ങിയ നിരവധി കലാപരിപാടികളും അരങ്ങേറി. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.